ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ RRBക്ക് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ കുറച്ച് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ആൾ ദ ഫോഴ്സസ് ആർ എലോങ് എ സെയിം ലൈൻ, അതായത് ലൈൻ ഓഫ് ആക്ഷൻസ് സെയിം ആണ്, ആ ടൈപ്പ് ഓഫ് ഫോഴ്സിന്, ആ ഒരു ഫോഴ്സ് സിസ്റ്റത്തിന് എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ എ കൊലീനിയർ ഫോഴ്സ്, ഓപ്ഷൻ ബി കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്, ഓപ്ഷൻ സി നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ് ഫോഴ്സ്, ഡി കോപ്ലാനാർ പാരലൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഈ സെയിം ലൈനിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം കോലീനിയർ ഫോഴ്സസ് ആണ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സുകളെല്ലാം അപ്ലൈ ചെയ്യുന്നത്, അതായത് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് എല്ലാം ഒരു പർട്ടിക്കുലർ പ്ലെയിനിലാണ്, അതായത് ഒരേ പ്ലെയിനിലാണെങ്കിലാണ് നമ്മൾ കോപ്ലാനാർ ഫോഴ്സസ് സിസ്റ്റം എന്ന് പറയുന്നത്, കോപ്ലാനാർ. അതേപോലെ തന്നെ കൺകറന്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ എന്താ? കൺകറന്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ടാണ് എല്ലാ ഫോഴ്സും വരുന്നതെന്ന് വെച്ചോ. അപ്പം ഈ ഒരു പോയിന്റിലോട്ടാണ് എല്ലാ ഫോഴ്സും വരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് സിസ്റ്റത്തിനാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നോൺ കോപ്ലാനർ എന്ന് പറയുമ്പോഴത്തേക്ക് കോപ്ലാനറിന്റെ ഓപ്പോസിറ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലായിരിക്കില്ല ആ ഫോഴ്സുകൾ. നോൺ കൺകറന്റ് ആകുമ്പോൾ ഡിഫറെന്റ് പോയിന്റ്സിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോപ്ലാനർ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ ഓഫ് ആക്ഷൻ പാരലൽസ് ആയിരിക്കും. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആകുമ്പോൾ എന്താ? കൊലീനിയർ ഫോഴ്സ് തന്നെ ആയിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ടെൻസൈൽ ഫോഴ്സ് ഇൻ എ വയർ ദാറ്റ് മേക്സ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ഈസ് ക്യാരിങ് എ ഫോഴ്സ് ഓഫ് 20 കിലോ ന്യൂട്ടൺ. അതായത് 20 കിലോ ന്യൂട്ടൺ ആണ്. അതായത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതായത് ഇപ്പം ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ്. അപ്പം ടെൻസൈൽ ഫോഴ്സ് അത് എത്ര ഡിഗ്രിയിലാണ് ആ ഒരു വയറിൽ ആക്ട് ചെയ്യുന്നത്? ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയിലാണ് വയറിൽ ആക്ട് ചെയ്യുന്നത്, 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രിയിൽ 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പൊ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ ഇത് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും. അതേപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 20 ആണ്, ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇതിന്റെ, അപ്പം നമുക്ക് Fx എന്ന് എഴുതാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് Fx ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു എന്തായിരിക്കും? ആംഗിൾ എത്ര റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും? റിസോൾവ് ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ cos 60. അപ്പൊ ഇവിടെ cos 60 20 cos 60 എത്ര? 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ് കമ്പോണന്റ് എത്ര ആയിട്ട് കിട്ടും? 10 ആയിട്ട് കിട്ടും. അപ്പൊ 10 കിലോ ന്യൂട്ടൺ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ ശരി? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഈസ് കാൾഡ്. അതായത് ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ആ ഒരു ടേം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ്, അതായത് എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ds/dt അതാണ് ഇത്. അതാണ് എന്താണെന്നാണ് നമ്മളത് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളം റേറ്റ്, ആ ഒരു ടൈമിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി. അപ്പം വെലോസിറ്റിയാണ് നമ്മൾ ഇവിടുത്തെ ആൻസർ. പിന്നെ ഇനിയിപ്പോൾ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ്, അതായത് റേറ്റ് ഓഫ് വെലോസിറ്റി, ഇതിപ്പം v ആണെങ്കിൽ, വെലോസിറ്റി v ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? dv/dt ആയിരിക്കും. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം.
ഇനി മൊമെന്റം ഉണ്ട്, അതേപോലെ ഇമ്പൾസ് ഉണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബ്ലോക്ക് വെയിങ് W is equal to 20 kilonewton is resting on a inclined plane which makes an angle 30 degree to the horizontal. The component of gravity force parallel to the inclined plane. അപ്പം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് നമ്മളുടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ എൻ്റെ ബ്ലോക്ക് റെസ്റ്റ് ചെയ്യാണ്. അപ്പം ഇതാണ് എൻ്റെ ബ്ലോക്ക് എന്ന് വെച്ചോ. അപ്പോൾ ഈ ബ്ലോക്ക് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 20 kilonewton. അപ്പോൾ ആ ഒരു വെയിറ്റ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്ന? ആ ഒരു ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ ഒരു വെയിറ്റിനെ ഞാൻ W എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു വെയിറ്റ് W ഡയറക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എത്ര? 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിള് 30 ഡിഗ്രി. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സ്. ഈ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗ്രാവിറ്റി മൂലം അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് അതെന്ത് തന്നെ ആയിരിക്കും? വെയിറ്റ് തന്നെ ആയിരിക്കും. ഗ്രാവിറ്റി ഫോഴ്സ് പാരലൽ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് പാരലായിട്ടുള്ള ആ ഒരു വെയിറ്റിന്റെ കമ്പോണന്റിനെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വെയിറ്റ് ഡബ്ല്യുവിനെ നമുക്ക് രണ്ട് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം. ഒന്ന് ഈ ഒരു പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ഈ പ്ലെയിന് നമുക്ക് രണ്ട് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ, അതായത് പ്ലെയിന് പെർപെൻഡിക്കുലറും അതേപോലെ തന്നെ പ്ലെയിന് പാരലും ആയിട്ട് റിസോൾവ് ചെയ്യാം. പ്ലെയിന് പെർപെൻഡിക്കുലറും പ്ലെയിന് പാരലും ആയിട്ട് എനിക്ക് റിസോൾവ് ചെയ്യാം. അപ്പം ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? അതും 30 ആയിരിക്കത്തില്ലേ? അതും 30 ആയിരിക്കും. 30 ഡിഗ്രി തന്നെ ആയിരിക്കും ആ ഒരു ആംഗിളും. അപ്പം ആ ഒരു ഫോഴ്സിനെ ഡബ്ല്യുവിന് നമ്മൾ ഈ ഒരു പ്ലെയിൻ എലോങ് ഉള്ള കമ്പോണന്റ് എന്തായിരിക്കും? പ്ലെയിൻ എലോങ് ഉള്ള കമ്പോണന്റ് ഡബ്ല്യു ഈ ഒരു ആംഗിൾ തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ തീറ്റ 30 ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതെന്തായിരിക്കും? സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പം ഡബ്ല്യു സൈൻ ആംഗിൾ എത്ര? 30. അപ്പൊ ഈ W സൈൻ 30 ആയിരിക്കും ഈ ഒരു കമ്പോണന്റ്. അപ്പൊ അത് എത്ര കിട്ടും? W 20 ആണ്, സൈൻ 30 എത്ര? 1/2. അപ്പൊ എന്ത് കിട്ടും? 10 kilonewton കിട്ടും. 10 kilonewton. അപ്പൊ നമ്മുടെ ആൻസർ 10 kilonewton. അതായത് ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു ബ്ലോക്ക് എടുത്തു, ആ ബ്ലോക്കിന്റെ താഴോട്ടുള്ള വെയിറ്റ് എങ്ങോട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്? ഡയറക്റ്റ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ആ ഒരു ഡൗൺവേർഡ്സ് ആയിട്ടുള്ള വെയിറ്റിന് നമ്മൾ രണ്ട് ഡയറക്ഷനിൽ, അതായത് പ്ലെയിൻ എലോങ്ങും പ്ലെയിന് പെർപെൻഡിക്കുലറും ആയിട്ട് രണ്ട് കമ്പോണന്റ് റിസോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ സൈൻ കമ്പോണന്റ് വെയിറ്റ് ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് പാരലായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ W സൈൻ 30 എടുത്തു. W സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 × 1/2. 20 × 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ്. അപ്പം 10 kilonewton. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നത് നമുക്ക് വളരെയധികം വലിയൊരു എഫർട്ട് ഇടാതെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ്. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ ഹൊറിസോണ്ടൽ സച്ച് ദാറ്റ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ജസ്റ്റ് ബിഗിൻ ടു സ്ലൈഡ് ഈസ് കാൾഡ്. അപ്പം നമ്മളൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ എടുത്തു, അതിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിലും ഈ വെയിറ്റിൻ്റെ ഇപ്പം വെയിറ്റ് mg ആണെങ്കിൽ ഇത് തീറ്റയും ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോട്ട് mg സൈൻ തീറ്റ ആക്ട് ചെയ്യും. ഈ ഒരു ഡയറക്ഷനിലോട്ട് mg സൈൻ തീറ്റ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് mg കോസ് തീറ്റയും ആക്ട് ചെയ്യും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ സെറ്റാക്കി.
എങ്ങനെയാ അതിൻ്റെ ആ ഒരു സെറ്റപ്പ്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഉള്ള പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ ഈ ഒരു mg sin θ കാരണം എൻ്റെ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡയറക്റ്റ് ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പം ഞാൻ ഈ ഇൻക്ലിനേഷൻ കൂട്ടുന്നതിനനുസരിച്ച്, ഈ തീറ്റ കൂട്ടുന്നതിനനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ ഒന്നിനോട് അടുക്കും. അതായത് സൈൻ തീറ്റയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. അതായത് എൻ്റെ ഈ ഒരു ഡയറക്ഷനിലുള്ള വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പം ഈ ഒരു ഡയറക്ഷനിലുള്ള ഫ്രിക്ഷൻ്റെ കമ്പോണൻറ്റും, അതായത് ഈ ഒരു ഡയറക്ഷനിലുള്ള ഫ്രിക്ഷനും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് ഈക്വൽ ആവും. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ പറയുന്ന എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ ഹൊറിസോണ്ടൽ സച്ച് ദാറ്റ് ഒബ്ജക്ട് ബേസ്ഡ് ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ജസ്റ്റ് ബിഗിൻ ടു സ്ലൈഡ്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ബിഗിൻ ചെയ്യുള്ളൂ. അതായത് നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ബ്ലോക്ക്, ഇപ്പോൾ ഹൊറിസോണ്ടലി ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യത്തില്ല. ആ ഒരു പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ കൂടുന്നതിനനുസരിച്ച് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പം ഏതൊരു ഇൻക്ലിനേഷനിലാണോ ഇത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പം ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് ആണ്. ഇനി അടുത്ത, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ 3 cm wide and 4 cm deep about x axis passing through the center. അതായത് നമുക്കിവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഇത് 3 cm, ഇത് 4 cm ആണ് ഡയമെൻഷൻസ്. ഈ ഒരു എക്സ് ആക്സിസിൽ കൂടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ആക്സിസിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാ? BH³ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇവിടുത്തെ കേസിൽ B എത്ര? 3, H എത്ര? 4. അപ്പോൾ 4³/12. അപ്പോൾ നമുക്ക് ഒരു 3ഉം 4ഉം ക്യാൻസൽ ചെയ്യാം 12 ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4² എന്ന് കിട്ടും. അപ്പോൾ 4² എത്ര? 4² എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 cm⁴. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് വെച്ച് 12 അല്ല 16. 16 cm² എന്നാണ് കിട്ടുക. 16 cm². അപ്പം 16 cm². വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇവിടെ റെക്ടാങ്കുലർ ആണ് ചോദിച്ചെങ്കിലും നമ്മൾ സർക്കുലാറും അതേപോലെ സെമി സർക്കിൾ അങ്ങനെയുള്ള ടേംസ് എല്ലാം പഠിച്ചിരിക്കണം. കാര്യം ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതുപോലെ തന്നെ നമ്മുടെ സെൻട്രോയിഡും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ഈസ് 50 Hz ആൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ് 4 meter. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് വേവ് ഇൻ 3 seconds? അപ്പം നമുക്കറിയാം ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് 50 Hz. 50 Hz എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 തവണ ആ ഒരു വേവ് ഉണ്ടെന്നാണ്. പിന്നെ അതേപോലെ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ ലെങ്ത് 4 meter. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്തുവാ? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ 50 × 4, അപ്പോൾ 200 എന്ന് കിട്ടും. അപ്പോൾ 200 meter എന്ന് കിട്ടും വെലോസിറ്റി. അപ്പോൾ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് 200 meter ആണെങ്കിൽ 3 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? 200 × 3, അപ്പോൾ എത്ര? 600 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത്
നമ്മുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ടൈമിൽ ഉള്ള ട്രാവൽ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 600 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 600 മീറ്റർ ആണ് ആൻസർ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ബോഡി മൂവ്സ് ഫ്രം റെസ്റ്റ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 5 സെക്കൻഡ്. അതായത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എന്താ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ വേറൊരു ടേം തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം റെസ്റ്റിൽ നിന്നാണ് ട്രാവൽ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഇപ്പം ഞാൻ യു കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ യു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫോർമുല എന്താ? S = ut + ½ AT². ഇതിൽ എസ് എന്താ? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ S 0 ആണ്. പിന്നെ ടൈം 5 സെക്കൻഡ് ആണ്. 5 + ½ ഇൻറ്റു ആക്സലറേഷൻ എത്ര? 5. ടൈമും 5 തന്നെ. അപ്പോൾ 5 × 5. അപ്പോൾ നമുക്ക് ഇതെത്ര കിട്ടും? ½ ഇൻറ്റു 5 × 5 × 5 125. 125ൻ്റെ ഹാഫ് എത്ര കിട്ടും? 62.5 മീറ്റർ. അപ്പം 62.5 മീറ്റർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ഒരു പർട്ടിക്കുലർ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ the moment of inertia of a circular area of diameter d about its diameter axis. അതായത് ഡയമീറ്റർ ആക്സിസിൽ നിന്നുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു സർക്കുലർ ഏരിയയാണ്. ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആ ഒരു ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു സർക്കുലാർ ഏരിയയുടെ ഡയമീറ്റർ ആക്സിസിൽ കൂടെയുള്ള ഈ ഒരു ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? πd⁴/64 ആയിരിക്കും. നമുക്കറിയാവുന്നതാണ്. ആ ഒരു ഡയറക്റ്റ് ഫോർമുല തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സർക്കുലാർ ഏരിയ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സർക്കുലാർ ഏരിയ ആണെങ്കിലും റെക്റ്റാങ്കുലർ ഏരിയ ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതേപോലെ സെൻട്രോയിഡും നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട് ഓൺ. ഓപ്ഷൻ എ, ഡിഫറെൻറ്റ് ബോഡീസ് ബട്ട് ഇൻ സെയിം ഡയറക്ഷൻ, സെയിം ബോഡീസ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ബോഡീസ് ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ, ഡിഫറെൻറ്റ് ബോഡീസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അവസാനിപ്പിക്കാം. കാര്യം ഇപ്പം ഞാനൊരു വെയിറ്റ് ഇവിടെ ഒരു സർഫസിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഒരു സർഫസിൽ വെച്ചേക്കുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലോക്കിൻ്റെ വെയിറ്റ് താഴേക്ക് അപ്ലൈ ചെയ്യും. അതാണ് അവിടുത്തെ ആക്ഷൻ. ഈ ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സർഫസ്, അതായത് ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റിയാക്ഷണൽ ഫോഴ്സ് കൊടുക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ. അപ്പം ഈ ഒരു ടേം നോക്കുമ്പോഴത്തേക്കും ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സർഫസിലും അതേപോലെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന മറ്റൊരു സർഫസിലുമാണ്. അതായത് രണ്ട് ബോഡിയിലാണ് ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്താ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് ബോഡീസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ആക്ഷൻ്റെയും റിയാക്ഷൻ്റെയും പ്രത്യേകത. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ എന്താ? ഡിഫറെൻറ്റ് ബോഡീസിലാണ് ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത്, പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഡിഫറെൻറ്റ് ബോഡീസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോടെ നമ്മൾ ഈ ഒരു മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മുൻകാലങ്ങളിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. മറ്റൊരു സെഷനിൽ മറ്റേ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.